വളരെ ഗംഭീരമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന മാധ്യമമാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും അഡ്വാൻസ്ഡായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇറാനെ തകർത്ത് കളയാൻ. അതിനുള്ള മാസം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെബ്രുവരി 2026 ഫെബ്രുവരി വരെ വെയിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ നീക്കുപോക്കുകൾ എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട രീതിക്ക് നമുക്ക് 1.5 മാസം കൂടി കാത്തിരിക്കാം. അഥവാ 45 ദിവസം. 2 ദിവസം മുന്നേ ഇറങ്ങിയ ന്യൂസാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇന്നാണ് വരുന്നത്. ആ 2025 ഡിസംബർ മാസം 16-ാം തീയതി ഇറങ്ങിയതാണ്. ഇന്ന് 20-ാം തീയതിയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അഥവാ ഇറാൻ അതിൻ്റെ പണിപ്പുരയിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ശാശ്വതമായിട്ട് ലോകത്തിൻ്റെ വികാരം നമ്മളിലേക്ക് എത്തിക്കാനുള്ള അടവുകളൊക്കെ പയറ്റേണ്ടിയിരിക്കുന്നു. കൃത്യമായി ടൈംസ് ഓഫ് ഇസ്രായേൽ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു ന്യൂസാണ്. നിങ്ങൾ ഫെബ്രുവരി മീറ്റിംഗ്, അഥവാ അവരുടെ ശ്രദ്ധ തിരിക്കുന്ന രീതി, അമേരിക്കയും ഇസ്രായേലും ഫെബ്രുവരിയിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് വീക്ക്. ആ ഫസ്റ്റ് വീക്കിൽ തന്നെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രതിരോധം ആ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതല്ല, ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായി എടുത്തുദ്ധരിക്കുന്നത് ആയത്തുള്ള ഖാംനയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ്. അഥവാ ആയത്തുള്ള ഖാംനയെ ഇല്ലാതായാൽ മാത്രമേ ഇറാൻ്റെ നട്ടെല്ലൊടിക്കാൻ കഴിയുള്ളൂ എന്ന നിരീക്ഷണമാണ് രണ്ട് ലീഡേഴ്സും കൂടി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും ഭവിഷ്യത്തുകൾ സംഭവിച്ചാൽ ഈ ഒരു പകപ്പിഴ അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പരിണിത ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അലയൊലികളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അഥവാ ഇറാൻ എന്നും ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഇസ്രായേലും അമേരിക്കയും എപ്പോഴോ കണ്ടുവച്ചിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഓരോ ചവിട്ടുപടികൾ കൃത്യമാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചയ്ക്കൊന്നും നിൽക്കാതെ അവരവരുടെ കാര്യമായ പണികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർഹെഡുകളാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഈ ചർച്ചയായിട്ട് യാതൊരുവിധ പ്രതികരണവും ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലെന്ന് മാത്രമല്ല, അതവർ കേട്ടിട്ടുണ്ടോയെന്ന് പോലും ധരിക്കേണ്ട രൂപത്തിലാണ്. ഞാൻ ആ ഇറാൻ്റെ എർണി എന്ന് പറയുന്നൊരു മാധ്യമമുണ്ട്, അതിലേക്ക് പോയി നോക്കി. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ പ്രതികരണമോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ കേട്ടതായിട്ട് പോലും എവിടെയും ഒരു സെൻറ്റൻസിൽ പോലും പ്രതികരിച്ചത് എവിടെയും കാണുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇറാൻ അങ്ങേ അറ്റം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നാളെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഈ സംസാരിച്ച് അല്ലെങ്കിൽ വാഗ്വാദങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ പണിപ്പുരകൾ ഏർപ്പെട്ട് ആ ഒരു ആയുധപ്പുരകൾ നിറയ്ക്കുക എന്നതായിരിക്കും ഇവരുടെ അല്ലെങ്കിൽ ഇറാൻ്റെ മുമ്പിലുള്ള ഏക ലക്ഷ്യം എന്നാണ് ഈ ഒരു നീക്കുപോക്കെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. കാരണം ഇത്രയും പ്രകോപിപ്പിക്കുന്ന വാർത്തകൾ സൃഷ്ടിച്ച് വിട്ടിട്ട് പോലും ഒരു വാക്കിൽ പോലും പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കുമ്പോൾ അവിടെയാണ് ഇറാൻ്റെ ആത്മസംയമനം. ഒരുപക്ഷെ നേരത്തെ കപ്പൽ പിടിച്ച് ഒന്നും മിണ്ടാതെ പോയപ്പം, വെനിസ്വേലയുടെ കപ്പൽ പിടിച്ചതിന് ഒരു പ്രതികരണം ഇല്ലാതെ പോയപ്പം ആ 2 ദിവസം 48 മണിക്കൂറിന് ശേഷം അമേരിക്കയുടെ തന്നെ 60 ലക്ഷം ലിറ്റർ ഡീസൽ ഉൾക്കൊള്ളുന്ന ടാങ്കറിനെ പിടിച്ചു വെച്ച് പ്രതികാരം തീർത്തതാണ് ഇറാൻ. അപ്പം മൗനം കാര്യങ്ങളൊക്കെ മൗനത്തിലൂടെ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ എന്തേ ഒന്നും പറയാത്തത്? കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഇറാന് എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിലൂടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം 10,000 കിലോമീറ്റർ ദൂരെ ദൈർഘ്യമുള്ള മിസൈലിനെ കൊണ്ടുവരാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇറാൻ ആർക്കൊക്കെ ഭീഷണിയാകുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് അമേരിക്കക്ക്, രണ്ടൊന്ന് ഇസ്രായേലിന്, അതേപോലെ ഗൾഫ് കൺട്രികൾക്ക്. കാരണം ഇത്രയും ഹിഡൻ അജണ്ടകളൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടായിട്ട് പോലും അവരുടെ തന്നെ ആയിട്ട് കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഈ അറബികൾക്ക് ഒരുപക്ഷെ ഇറാൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് അടികിട്ടാനുള്ള സാധ്യത
തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവർ ഇത് പലതവണയായി പറയുന്നു, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമായിട്ടുണ്ട്. ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സാധിക്കാതിരിക്കാം. പക്ഷേ ഞങ്ങളെ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ ഒടുക്കത്തെ കളിയായിരിക്കും. അഥവാ അമേരിക്കയായിട്ട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ അവസാനത്തെ ഒരു ഘട്ടമായിരിക്കും ഞങ്ങളെ അധപ്പതനത്തിനോടൊപ്പം കൊണ്ടുപോവുക എന്നുള്ളതാണ്. അഥവാ ഞങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ടും അരക്ഷിതാവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പലതും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത മീറ്റിംഗ് ഫെബ്രുവരിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി സെക്കൻഡ് ടൈം മീറ്റിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. ആ സെക്കൻഡ് ടൈം മീറ്റിങ്ങിൽ അഥവാ ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങിൽ കൃത്യമായിട്ടൊരു ധാരണയിൽ ഒപ്പുവെക്കും. ആ ധാരണയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള പദ്ധതികൾ ഇറാനെ നാമാവിശേഷമാക്കുന്നത് വരെ പോരാടുക എന്നത് തന്നെയായിരിക്കും. കാരണം ഇത്ര നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. വൻകിട തീരുമാനങ്ങളൊക്കെ വരുമ്പം നേരത്തെ കാലത്ത് തന്നെ അവർ തീരുമാനിച്ചു വെക്കുകയും അതിലേക്ക് ഓരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അടുപ്പിക്കുകയും ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷേ ഇത് 1.5 മാസത്തിന് മുമ്പേ ലീക്കായത് അതിൽ ആ ഇസ്രായേലിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. ഞങ്ങൾ ഇറാനെ മറന്നിട്ടില്ല, ഞങ്ങൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തോറ്റ് പിന്മാറി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി വരെ കാത്തിരിക്കുക. ഞങ്ങൾ 2 പേര് കൂടി ഇറാൻ ആക്രമിച്ച് പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഞങ്ങൾ ആ രാജ്യത്ത് ഒരു പുതിയ സംവിധാനത്തെ കൊണ്ടുവരും. ആ നാടിനും നാട്ടുകാർക്കും പൗരന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനത്തെ ഞങ്ങൾ സ്ഥാപിക്കുമെന്ന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടുകൂടെ ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിൽ അതിതൊക്കെ കൊണ്ട് തന്നെയാണെന്നുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർത്തും ലോകം അരക്ഷിതാവസ്ഥയിലേക്ക് പെട്ടെന്ന് ചാടുമോ എന്ന് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ തോന്നിപ്പോവുക. നമ്മളൊക്കെ പലപ്പോഴും ഇലോൺ മസ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടൊക്കെ പറയാറുള്ളത് 2030 ഒരു പക്ഷേ വലിയ ഒരു യുദ്ധം വരാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഇസ്രായേലിനെ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അഥവാ ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല, വിട്ടുകൊടുക്കുകയില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സമയമുണ്ട്, ആ സമയം വരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൻ്റെ മുമ്പേ ഇറാൻ എല്ലാ പഞ്ചപുച്ഛമടക്കി ഞങ്ങളെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ അവരെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നടക്കും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എപ്പോഴും സമാധാനം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞോ അന്നേ ആ സമയത്ത് തന്നെ അപകടങ്ങൾ വരുത്തി തീർക്കുന്ന യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയും തദൈവ ആ രൂപത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വാർത്ത വിശകലനം ചെയ്യുമ്പോൾ ഇനി കൂടുതലൊന്നും അങ്ങനെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് 2 ആളുകളും തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന് നെതന്യാഹുവാണ്, മറ്റൊന്ന് അമേരിക്കയുടെ ട്രംപുമാണ്. ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷയമെന്ന് പറയുന്നത് അവിടുത്തെയുള്ള ഒരു ബ്ലാക്ക് റിമാർക്കായിട്ട് അഥവാ അവരുടെ ആ ഒരു പട്ടിക പുറത്തുവിടുന്നതോടുകൂടി ഈ ട്രംപിൻ്റെ കാലാവധി കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ചരിത്രം നമുക്ക് വേറെ പറയാം. എന്താണെങ്കിലും ഇറാൻ കാത്തിരിക്കാൻ തയ്യാറായിക്കോളൂ, നമ്മളിതാ എല്ലാം സജ്ജമാക്കിക്കൊണ്ട് നിങ്ങളെ തകർക്കാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്നുണ്ട്. എത്രത്തോളം ഇത് എഫക്റ്റീവ് ആകും? നേരത്തെ 12 ദിവസം കൊണ്ട് വാലും ചുരുട്ട് ഓടിയിട്ട് അവസാനം ഞങ്ങളില്ലോ എന്ന് പറയുന്ന രീതിക്ക് ഇനി സംഭവിക്കുകയോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.